മേപ്പാടി 900 കണ്ടിയിൽ സ്വകാര്യ റിസോർട്ടിലെ ഷെഡ് തകർന്ന് യുവതി മരിച്ച സംഭവം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെൻ്റാണ് തകർന്നു വീണത്. നിലമ്പൂർ അകമ്പാടം സ്വദേശി നീഷ്മയാണ് മരിച്ചത്. സുർജിത്തിൻ്റെ റിപ്പോർട്ട്. എമറാൾഡ് എസ്റ്റേറ്റിലാണ് ഈ ടെൻറ്റുഗ്രാം എന്ന് പറയുന്ന ഈ റിസോർട്ട് ഉള്ളത്. ഈ റിസോർട്ടിൽ ഇന്നലെയാണ് നിഷ്മ ഉൾപ്പെടെയുള്ള 16 അംഗ സംഘം ഇവിടെ യാത്രയുടെ ഭാഗമായി ഇവിടേക്ക് എത്തിച്ചേർന്നത്. ഇന്നലെ 4 മണിയോടുകൂടി ഇവരെത്തി. ഇന്നലെ മഴയുണ്ടായിരുന്നു. ഇവിടെ പുല്ല് മേഞ്ഞ ഒരു ഷെഡാണ്. ആ ഷെഡിനകത്ത് ഒരു ടെൻറ്റ്, അങ്ങനെയാണ് ഒരു സ്റ്റേ ഉണ്ടായിരുന്നത്. ഇവിടെ താമസം ഉണ്ടായിരുന്നത് അങ്ങനെയാണ്. 12 മണിയോടെ ഇവർ ഉറങ്ങാൻ കിടന്നു എന്നുള്ളതാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ട ഒരാൾ പറയുന്നത്. അതായത് നിജാസ് എന്നയാളാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞ 12 മണിയോടുകൂടി ഉറങ്ങാൻ കിടന്നു. അതിനുശേഷം ആണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ പുല്ല്, അതായത് ഇത് മേഞ്ഞ പുല്ല് പൂർണ്ണമായും ഇവിടെ ഈ നനഞ്ഞ നിലയിലാണ്. ആ നനഞ്ഞ നിലയിലുള്ള ആ പുല്ലിൻ്റെ ഭാരം കൊണ്ടാകാം ഒരുപക്ഷെ ടെൻറ്റിൻ്റെ മുകളിലേക്ക് ഈ ഷെഡ് ഇങ്ങനെ മറിഞ്ഞ് വീഴുകയാണ് ഉണ്ടായത്. വലിയ മരത്തടികളുണ്ടായിരുന്നു. ആ മരത്തടികളുടെ ഉള്ളിൽ കുടുങ്ങിയാണ് നിഷ്മയുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. മൃതദേഹം മേപ്പാടിയിലെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഈ സംഘാംഗങ്ങൾ ഉൾപ്പെട്ട ആളുകളുടെ മൊഴി ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. മാത്രമല്ല മേപ്പാടി CI ജയപ്രകാശിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി പരിശോധനയും നടത്തുകയാണ്. എന്തായാലും ഈ ഒരു ദുരന്തം വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം 24 വയസ്സ് പ്രായമുള്ള ആളാണ് നിഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി. മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്ന ആളാണ്. മലപ്പുറം സ്വദേശിയാണ്. പിതാവ് വിദേശത്താണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ആ പെൺകുട്ടിക്കാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും ഉടൻ തന്നെ, അതായത് ഈ തടികളെല്ലാം തന്നെ മാറ്റിയ ശേഷം വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. ആ കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഈ റിസോർട്ടിലെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.